ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ മികച്ച പ്രകടനം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ബ്ലെസ്ലി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ബ്ലെസ്ലി ബിഗ് ബോസിലെത്തിയത്. ഷോയുടെ ഫസ്റ്റ് റണ്ണറപ്പായിട്ടായിരുന്നു ബ്ലെസ്ലി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത്. ഇപ്പോഴിതാ ഷോ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലെസ്ലി മനസ്സ് തുറന്നത്. ബിഗ് ബോസ് എന്നത് ജീവിതത്തിലെ ഡൗൺഫോൾ ആയേനെ. ഹൗസിൽ പോയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഏഷ്യ മുഴുവൻ ഞാൻ ഫേമസ് ആയേനെ. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയുള്ളൂ. ബിഗ് ബോസിലല്ലാതിരുന്നെങ്കിൽ റഷ്യൻ പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും ഒക്കെ എന്തായിരിക്കും ചെയ്യുന്നതെന്നായിരിക്കും ഞാൻ ചിന്തിക്കുക. ബിഗ് ബോസിലായിരുന്നപ്പോൾ മീൻകറിയാണോ വെച്ചത്, ബാത്റൂമാണോ കഴുകിയത് എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. ആവശ്യമില്ലാത്ത ലൂപ്പിൽ ഞാൻ പോയി പെട്ടു. ആളുകൾ എന്നെ സ്നേഹിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് അതിനേക്കാൾ മികച്ചത് ചെയ്യാമല്ലോ എന്ന് തോന്നി. സാരമില്ല, എനിക്കിനിയും ചെയ്യാനാകുമല്ലോ. അനിയൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. നന്നായി സംവിധാനം ചെയ്യും, പാട്ട് പാടും. അവൻ ആസിഫ് അലിയെപ്പോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിന് ശേഷം സിനിമയിൽ എനിക്ക് നിരവധി അവസരം വന്നു. പക്ഷേ എനിക്കത് കോർപ്പറേറ്റ് ജോലി പോലെയാണ് തോന്നിയത്. ഞാനൊരു പരസ്യം ചെയ്തിരുന്നു, പക്ഷേ അതെനിക്കിഷ്ടമായില്ല. എന്നാൽ ചേട്ട മാറ്റിയെടുക്കാം, എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ സാധിക്കില്ല. സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി സ്പേസ് കിട്ടും. കാറ് വാങ്ങി ഇനിയൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം. അനിയനും ഞാനും ഒരേപോലെയാണ്. എന്നാൽ ഫീലിംഗ് വൈസിൽ അവൻ ആളുകളോട് എമ്പതിയും സിമ്പതിയും ഒക്കെ ഉണ്ട്. അനിയത്തിയൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവൻ ഇമോഷൻ വെച്ചാണ് ചിന്തിക്കുക. പക്ഷേ ഞാൻ ലോജിക്കലാണ്. അവനെല്ലാം ഹൃദയത്തിലെടുക്കുന്ന ആളാണ്. ബിഗ് ബോസിന് മുൻപ് എല്ലാം ഹൃദയത്തിലെടുക്കുന്ന ആളായിരുന്നു ഞാൻ. എന്നാൽ ബിഗ് ബോസിൽ പോകണോ എന്ന് എന്നോട് ചോദിച്ചു പോകണമെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടും. അവർ നിങ്ങളുടെ സ്വഭാവം കൂടി മനസ്സിലാക്കിയിട്ടേ കയറ്റിവിടൂ. അലമ്പാണെങ്കിൽ പുറത്താക്കും. 10 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചൈനയിലായിരിക്കും. AI പോലുള്ളതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും. ജീവിതത്തിൽ മടിയുണ്ട്. മരിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ട്. ബ്രയാൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ മരിക്കാതിരിക്കാനുള്ള മൂവ്മെൻറ്റിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് വരുന്നത്. മലയാളികൾക്ക് ഇത്രയും ബുദ്ധിയും ആയുസ്സുമൊക്കെ ഉള്ളത് തേങ്ങ കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നാറുണ്ട്. തേങ്ങയ്ക്ക് ആയുസ് 72 വയസ്സ് വരെയാണ്. അതാണ് നമുക്കും ലഭിക്കുന്നത്. ഒലീവ് ഓയിൽ കഴിച്ചാലും ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാം. 100 വർഷം വരെ ആയുസ്സുള്ള വിത്ത് കഴിക്കുമ്പോൾ നമുക്കും ആയുസ് കൂടുകയാണ്. അതാണ് എൻ്റെ ചിന്തയെന്നും ബ്ലെസ്ലി പറയുന്നു.